നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം CPM-ഉം RSS-ഉം തമ്മിൽ സഹകരിച്ചതിന്റെ കാര്യങ്ങൾ MV ഗോവിന്ദൻ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറാണ്. ഇപ്പോ ജനസംഘവുമായൊക്കെ നേരത്തെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു മൗനം തുടരുകയോ ഇല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ജനസംഘവുമായല്ല ഈ ജനതാ പാർട്ടിയുമാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുക. പക്ഷെ ഇന്നലെ ഗോവിന്ദൻ മാഷ് RSS-ഉമായിട്ട് തന്നെ സഹകരണം ഉണ്ടായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് ചെയ്തത്. എന്തായിരിക്കും അദ്ദേഹം ലക്ഷ്യം വെച്ചത്? ഗോവിന്ദൻ മാസ്റ്റർ ലക്ഷ്യം സ്വരാജിന്റെ പരാജയം ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കാം. ഇവിടെ MV ഗോവിന്ദൻ പറഞ്ഞതിൽ അർത്ഥസത്യങ്ങളാണുള്ളത്. ഒന്ന്, RSS-ഉമായി 77 അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധമല്ല. 1967 തന്നെ ജനസംഘവുമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPI-യും CPM-ഉം സഖ്യം ചേർന്നിട്ടുണ്ട്. സംയുക്ത വിധായക് ദൾ എന്ന പേരിൽ, SVD എന്ന പേരിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ ഒരു മുന്നണിയായിട്ട് അവർ മത്സരിക്കുകയും ബീഹാറിൽ കർപ്പൂരി താക്കൂറിന്റെ മന്ത്രിസഭയിൽ CPI അംഗമുണ്ടായിരുന്നു, ക്യാബിനറ്റിന്റെ ഭാഗമായിരുന്നു. CPM ആ സർക്കാരിനെ പിന്തുണച്ചിരുന്നു. ജനസംഘം ആ മുന്നണിയുടെ ഭാഗമായിരുന്നു. ബംഗാളിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അജോയ് മുഖർജി അധികാരമേൽക്കുമ്പോൾ ഏക ജനസംഘം MLA-യുടെ പിന്തുണ ആ സർക്കാരിനാണ്. അപ്പോൾ ജനസംഘവുമായി 67 ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. 77 ഇനിയിപ്പോ സ്വരാജ് പറയുന്നത് അത് ജനതാ പാർട്ടിയുമായിട്ടൊരു ബന്ധമാണ്. P. സുന്ദരയുടെ രാജിക്കത്തുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന്. P. സുന്ദരയുടെ രാജിക്കത്തിൽ എന്താണ് P. സുന്ദരൈ പറയുന്നത്? P. സുന്ദരയുടെ രാജിക്കത്തിലെ ആദ്യത്തെ നമ്പറിട്ട് അദ്ദേഹം പറയുന്നത്, മൈ റെസിഗ്നേഷൻ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് CC majority has decided for joint actions with pro-imperialist Janasangh with paramilitary fascist stormtrooper like RSS as its core in the name of fighting emergency, which I consider very harmful for our party. അതായത് P. സുന്ദരയ്യ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 77 ജനതാ പാർട്ടിയുമായിട്ടാണ്, RSS-ഉമായിട്ടല്ല ബന്ധമുണ്ടാക്കിയെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള നിലവിലെ നിലമ്പൂർ സ്ഥാനാർത്ഥി പറയുമ്പോൾ, അന്ന് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് P. സുന്ദരയ്യ രാജിവെക്കാൻ കൊടുത്ത കത്തിൽ എണ്ണം പറഞ്ഞ ഒന്നാമത്തെ ലൈനിൽ പറയുന്നത് RSS-ഉമായിട്ട് പാർട്ടി ഉണ്ടാക്കിയ ബന്ധത്തിൽ പ്രതിഷേധിച്ച് ഞാൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്. RSS-ഉമായി 67 ബന്ധം ഉണ്ടാക്കി, 77 ഉണ്ടാക്കി, 89 വാജ്പേയി, അദ്വാനി, ജ്യോതി ബസു, സുർജിത്ത്, വർദ്ധാൻ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ചേർത്ത് പിടിച്ചിട്ടല്ലേ സഖ്യം ഉണ്ടാക്കിയത്, VP സിംഗിന്റെ സർക്കാർ ഉണ്ടാക്കിയത്. 2008 ഒന്നാം UPA സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഒരുമിച്ചല്ലേ കൊണ്ടുവന്നത്. കഴിഞ്ഞ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിപ്പിക്കാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പരിശ്രമമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ ഇത് ആദ്യമൊന്നുമല്ല. CPM-ഉം RSS-ഉം തമ്മിൽ അതൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്. ഒരുമിച്ചുണ്ടായ രണ്ട് സംഘടനകൾ, ഒരേ വർഷം ഉണ്ടായ രണ്ട് സംഘടനകളാണ്. അവരുടെ യാത്രയും ഒരുമിച്ചായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അവരെടുത്ത നിലപാടൊന്നായിരുന്നു. അവർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തില്ല, അതിനെ തള്ളിപ്പറഞ്ഞു, അതിനെതിരായിരുന്നു. അപ്പം അവരെ എല്ലാ കാലഘട്ടങ്ങളിലും സമാന സ്വഭാവം പ്രകടിപ്പിക്കുകയും ഇക്കാലത്ത് സംഭവിച്ച ഒരു പുതിയ കാര്യം, അതല്ലെങ്കിൽ കുറച്ചായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് CPM RSS വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. RSS പറയുന്ന വർഗീയത ഇപ്പൊ CPM നേതാക്കന്മാരും പറയാൻ തുടങ്ങി. പണ്ട് അതുണ്ടായിരുന്നില്ല. ഇപ്പൊ RSS പറയുന്ന ഹിന്ദുത്വ വർഗീയത CPM ഏറ്റെടുത്തു, അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. നിലമ്പൂർ ഉൾപ്പെടെ നമ്മളത് കണ്ടു. ഇവിടെ അനിൽകുമാർ എന്ന് പറയുന്ന CPM-ന്റെ നേതാവാണ് പറഞ്ഞത്, മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് CPM-ന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇവിടെ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ മുറ നടന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്നവരിൽ മുസ്ലിങ്ങൾ കൂടുതലായതുകൊണ്ട് അതെല്ലാം തീവ്രവാദ പരിശീലനം എന്ന് പറഞ്ഞു. മലപ്പുറം കരിപ്പൂർ എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അവിടെ ഇറങ്ങുന്ന സ്വർണവും പണവും ഒക്കെ മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താനാണ്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്താനാണെന്ന് പറഞ്ഞത് CPM നേതാക്കന്മാരാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് പുറകിൽ മതതീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ് മലപ്പുറത്തെ അവഹേളിച്ചത്, അല്ലെങ്കിൽ നിലമ്പൂരിനെ അവഹേളിച്ചത്, വയനാട്ടിനെ അവഹേളിച്ചത് CPM നേതാക്കന്മാരാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് RSS-ന്റെ ഭാഷയിൽ സംസാരിക്കാൻ CPM തുടങ്ങിയിരിക്കുന്നു. ഈ ചുവപ്പ് നരച്ചാൽ കാവിയാകും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആ ചുവപ്പ് നരച്ച് കാവിയായി മാറിയിരിക്കുന്നു. MV ഗോവിന്ദൻ തുറന്നുവിട്ടുള്ളത് ഒരു പണ്ടോരാസ് ബോക്സ് ആണ്, പണ്ടോരയുടെ പേടകമാണ്. ആ പേടകത്തിൽ CPM RSS ബാന്ധവത്തിന്റെ ഒരുപാട് ചീഞ്ഞളിഞ്ഞ തെളിവുകൾ പുറത്തു വരാനുണ്ട്, ഇനിയും വരാനുണ്ട്. ഇതെല്ലാം പുറത്തു വരട്ടെ, ചർച്ച ചെയ്യട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ വൻമതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ P. സുന്ദരയ്യ എഴുതിയിട്ടുള്ള രാജിക്കത്ത് അദ്ദേഹം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഈ ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു സഹകരണം, ജനസംഘവുമായിട്ടല്ല എന്ന് പറയുന്നു. ജനതാ പാർട്ടി ആണെങ്കിലും ഈ അന്ന് ജനതാ പാർട്ടിക്ക് മേൽ RSS-ന്റെ സ്വാധീനം ഉണ്ടായിരുന്നില്ലേ?
അല്ല, തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭവും അതിന് തുടർന്നിട്ടുണ്ടായിട്ടുള്ള പിന്നെ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിനൊക്കെ പുറകിൽ ചാലക ശക്തിയായിരുന്നത് RSS ആയിരുന്നു. ജയപ്രകാശ് നാരായണനും RSSുമാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് പുറകിലുണ്ടായിരുന്നത്. RSS നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് 77-ലേത്. അന്ന് CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ RSSന്റെ പ്രസിദ്ധീകരണമായിരുന്ന കുരുക്ഷേത്ര കാത്തിരുന്ന കാലത്തെക്കുറിച്ച് CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതൊന്നും പുതിയ സംഭവമല്ല. ഞാൻ പറഞ്ഞു 67-ലും ഒരു സഖ്യം ഉണ്ടായിരുന്നു. ഈ RSSുമായിട്ട് അല്ല ബന്ധമുണ്ടാക്കിയത് എന്ന് സ്വരാജ് പറയുമ്പോ എങ്കിൽ P. സുന്ദരയ്യ എന്തിന് രാജിവെച്ചു എന്ന് പറയണം. പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ് രാജിവെച്ചത്. എന്നിന്റെ കൃത്യമായി അദ്ദേഹം എണ്ണം ഇട്ട് പറയുന്നുണ്ട്. RSSുമായി ബന്ധമുണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചതിന്റെ പേരിൽ ഞാൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം രാജിക്കത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് RSSുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ല എന്ന ന്യായീകരണം നിലനിൽക്കുന്നല്ല. ഇത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. CPM എല്ലാ കാലത്തും RSSുമായിട്ട് ഈ അന്തർധാര സൂക്ഷിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തെയും രാജ്യത്തെയും മതന്യൂനപക്ഷങ്ങളുടെ ഭാവിക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ RSSന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ CPM ശ്രമിക്കുന്നത് അപകടകരമാണ്. RSSനെ ഈ രാജ്യത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയും അവരുടെ കോൺഗ്രസ് വിരുദ്ധ സമീപനവുമാണ് എന്നുള്ള കാര്യത്തിൽ അതിന് ചരിത്രം സാക്ഷിയാണ്. പിണറായി വിജയൻ തന്നെ KG മാരാരുടെ ഇലക്ഷൻ ചീഫ് ഏജന്റായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് MT രമേശിന്റെ ഒരു ബൈറ്റൊക്കെ നേരത്തെ പോയിരുന്നു. ആ കാലത്തും ഇത്ര സജീവമായിട്ട് ഈ പ്രധാന നേതാക്കൾ തമ്മിൽ തന്നെ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, അന്ന് ഇപ്പം 77-ല് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ നടന്നിട്ടുള്ള T. ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് LK അഡ്വാനിയാണ്. അപ്പോ അന്ന് ജനതാ പാർട്ടി രൂപീകരിക്കുന്നേ ഉള്ളൂ. അതിന് തൊട്ടു മുമ്പാണ് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് LK അദ്വാനി വന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് ശിവദാസ മേനോനെ പോലൊരു നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്വാനി വരണമെങ്കിൽ RSSന് CPM അന്ന് കൊടുത്ത പ്രാധാന്യം എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. അക്കാലത്ത് തന്നെ വളരെ രൂഢമൂലമായ ബന്ധം ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ. ഇവരുടെ രണ്ട് കൂട്ടരുടെയും ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രണ്ട് കൂട്ടരുടെയും DNA എന്ന് പറയുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ്. അവരെല്ലാ കാലത്തും കോൺഗ്രസിനെ തകർക്കുക, എന്നാൽ മാത്രമേ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് രാജ്യത്ത് വിജയിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ നിന്ന് അവർ യോജിച്ച് പ്രവർത്തിക്കുകയാണ് എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ RSS ചില കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് CPM രഹസ്യമായി ചെയ്യുന്നു എന്നേ ഉള്ളൂ. രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇപ്പോൾ രണ്ടും രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. ഇപ്പോൾ വർഗ സമരമാണ് CPM പറയുന്നത്, മറ്റവരാണെങ്കിൽ വർഗീയവും വംശീയവുമായ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒന്നിച്ചു പോകാൻ കഴിയും? നോക്കൂ, ഇതാണല്ലോ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികള് രാജ്യത്ത് മുന്നോട്ട് വരുന്നതിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു തത്വദീക്ഷയും പാലിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ വ്യക്തമാകുന്നത്. അപ്പൊ വർഗരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സിദ്ധാന്തവുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വിചാരധാരയിൽ തന്നെ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിൽപ്പെടുത്തിയവരുമായി RSS യോജിക്കാൻ തയ്യാറാവുന്നു, മറുവശത്ത് CPM അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നു. അവരുടെ ഒരു കോമൺ എനിമി എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് ആയി മാറുകയാണ്. അപ്പൊ കോൺഗ്രസ് ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യൻ ദേശീയതയെയാണ് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത്. ആ ഇന്ത്യൻ ദേശീയത തകർന്നാൽ മാത്രമേ തങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആത്യന്തികമായി രാജ്യത്ത് അധികാരത്തിൽ വരാൻ സാധിക്കൂ, അല്ലെങ്കിൽ വിപ്ലവം എന്ന അവരുടെ സ്വപ്നം പൂർത്തീകരിക്കൂ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കറിയാം. ഹിന്ദു രാഷ്ട്രമെന്ന RSSന്റെ സ്വപ്നം പൂർത്തീകരിക്കണമെങ്കിലും കോൺഗ്രസ് തകരണം. അപ്പോൾ രണ്ടു കൂട്ടരും അവരവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ഒരു വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ പോലും അതിലൊരു കോമൺ കോസിന് വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇപ്പോ നേരത്തെ ഈ ചരിത്രം, ഈ അടിയന്തരാവസ്ഥ കാലമൊക്കെ വിട്ട് ഈ സമീപകാലത്തേക്ക് വന്നാൽ ഇപ്പോ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും MR അജിത് കുമാറിന്റെ RSS നേതാക്കളുടെ കൂടിക്കാഴ്ച, അതിനപ്പുറം ഈ RSS BJP നേതാക്കളും CPMഉം തമ്മിൽ എന്തെങ്കിലും ഇപ്പോഴും ആ രീതിയിലുള്ള എന്തെങ്കിലും വഴിവിട്ട ബന്ധങ്ങളുണ്ടോ? എല്ലാ കാലത്തും RSSും CPMഉം തമ്മിൽ അവരുടെ നേതൃത്വം തമ്മിൽ സംസാരിക്കാറുണ്ട്, അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ നിങ്ങളെ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതീവ രഹസ്യമായി RSSുമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മറ്റേതെങ്കിലും സംഘടനയുമായി ഇതുപോലൊരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരോട് അന്ന് അദ്ദേഹം പെരുമാറിയത് ഓർമ്മയില്ലേ? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പം ഒരു ശ്രീ M എന്ന് പറയുന്ന
ഒരു യോഗാചാര്യന്റെ മധ്യസ്ഥതയിലാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയും RSSും തമ്മിൽ ചർച്ച നടത്തുകയാണ്. അപ്പൊ അതെല്ലാം ഒരു ലോങ് ടേം ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് കൂടി ഇല്ലാതാക്കണം, കേരളത്തിൽ നിന്ന് അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലൊക്കെ BJPക്ക് ഒരു എൻട്രി കൊടുക്കാൻ വേണ്ടി തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കുന്ന സമീപനം ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഈ അന്തർധാര സജീവമായി നിലനിൽക്കുന്നു എന്നാണ് ഈ സമീപകാലത്ത് CPM നേതാക്കന്മാർ ആവർത്തിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നു. ഇപ്പോ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള ഈ മാസപ്പടി കേസ്, ലാവ്ലിൻ കേസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു നിവൃത്തികേട് കൂടി ഇതിന് പിന്നിലുണ്ടോ? അല്ല, അതൊരു പരസ്പര സഹായ സഹകരണ സംഘമാണല്ലോ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുള്ള SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിലെടുക്കുന്ന ദിവസം മുഴുവൻ എല്ലാ സമയത്തും അത് മാറ്റിവെക്കപ്പെടുകയാണ്. അത് കിയാമത്ത് നാൾ വരെ ആ കേസ് എങ്ങനെ കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് BJP നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ വരുന്ന സമയത്ത് അതിനെ തകർക്കാൻ, അത് ഇല്ലാതാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഭരണകൂടം സഹായിക്കുന്നു, പിണറായി വിജയൻ സർക്കാർ സഹായിക്കുന്നു. അത് നമ്മൾ കൊടകര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കണ്ടു. കാസർഗോഡും വയനാടും ഒക്കെ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മാസപ്പടി കേസിലും അന്വേഷണം എവിടെയും എത്താതെ പോകുന്നത്, അറസ്റ്റ് നടക്കാതിരിക്കുന്നത്. ഇത്ര വലിയൊരു സംഭവമായിട്ട് പോലും, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഇത്ര വലിയൊരു സംഭവമായിട്ട് പോലും അവിടെ കൃത്യമായിട്ടുള്ള അറസ്റ്റിലേക്കോ നടപടികളിലേക്കോ പോകുന്നില്ല. ഇപ്പൊ ഇതേ സമീപനം മറ്റേതെങ്കിലും സംസ്ഥാനത്തെ BJP ഇതര നേതാക്കളോട് അവർ സ്വീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് തമിഴ്നാട്ടിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ ഇതിനകം അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ ജയിലിടായിരുന്നില്ലേ? അപ്പോൾ ഇവിടെ പിണറായി വിജയന്റെ മകളായതുകൊണ്ടും CPM നേതൃത്വവുമായി BJPക്കുള്ള ബന്ധം കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നത് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയായിരുന്നു CPM ചർച്ചയാക്കിയിരുന്നത്. ഈ വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും CPMഉം തമ്മിലുള്ള ഒരു ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും സമീപകാലത്തുള്ള ചരിത്രമാണ്. പക്ഷെ അത് ഒരു തരത്തിലും അംഗീകരിക്കാതിരിക്കുകയും കുറച്ച് മുൻപുള്ള ഈ ചരിത്രത്തിൽ ഞങ്ങളും RSSും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന് പിന്നിൽ എന്തായിരിക്കും? അതായത് RSS അവർക്ക് സ്വീകാര്യമാവുകയും വെൽഫെയർ പാർട്ടി അവർക്ക് സ്വീകാര്യമല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടിയുമായി ജമാഅത്തെ ഇസ്ലാമിയുമായി എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായ ബാന്ധവത്തിൽ ഏർപ്പെട്ടതും ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ എഴുതി അതിനെ സ്വാഗതം ചെയ്തതും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പരസ്യമായി അക്നോളജ് ചെയ്യുകയും ചെയ്തൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി തന്നെ വേണം. അപ്പോ അത്തരത്തിലുള്ള ചർമ്മബലമുള്ള ഒരു പാർട്ടിയാണ് CPM, അതിന്റെ നേതാക്കന്മാരും അത്തരത്തിൽ ചർമ്മബലമുള്ളവരാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എങ്ങനെയാണ് അതിനെ മറയ്ക്കാൻ കഴിയുന്നത്? വളരെ റീസെന്റ് ആയിട്ട് പോലും അത്തരത്തിലുള്ള ഒരു ബന്ധം രണ്ടു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോ RSSുമായിട്ടുള്ള ബന്ധം തുറന്നു പറയാൻ കഴിയുന്നതാവുകയും വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം അവർക്ക് തുറന്നു പറയാതിരിക്കുകയും ചെയ്യുന്നത് അതൊരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സമീപനത്തിന്റെ കൂടി ഭാഗമാണ്. കാരണം RSSുമായിട്ടുള്ള ബന്ധം തുറന്നു പറയുമ്പോൾ ഗോവിന്ദൻ ഒരുപക്ഷെ ദീർഘകാല ലക്ഷ്യം ഉണ്ടായിരിക്കാം. കാരണം ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പുകളിലൊക്കെ RSSന്റെ സഹായം വേണ്ടതാണ്. ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് CPMന്റെ RSS ബാന്ധവുമായിട്ട് അല്ലെങ്കിൽ RSSനോടുള്ള മൃദു സമീപനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ പ്രത്യേകിച്ചൊരു വലിയ എതിർപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ച് വോട്ടുകൾ തങ്ങൾക്ക് കിട്ടില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മറുപക്ഷത്തെ സുഖിപ്പിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ഇത്തരം പ്രസ്താവനകളൊക്കെയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഒറ്റ കാര്യം കൂടി, ഇപ്പോ ഇനി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ മൂന്നാമത് അധികാരത്തിന് വേണ്ടിയാണ് LDF ശ്രമിക്കുന്നത്. അധികാരത്തിൽ വരാൻ വേണ്ടി UDFും ശക്തമായ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. BJPക്ക് ഇപ്പൊ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. BJPക്കാർ ആര് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പോ അത്തരം എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്ന സമയത്ത് BJPയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചതും പരസ്യമായിട്ട് അവര് എഴുതുകയോ സാമൂഹ്യ മാധ്യമം എഴുതുകയോ ചെയ്തത് സന്ദീപ് CPMൽ പോയാൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ അകത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ CPMുമായി ഏതറ്റം വരെയും സഹകരിക്കാൻ തയ്യാറായ മാനസികാവസ്ഥയിലേക്ക് BJPയും തിരിച്ച് BJPയുമായി സഹകരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് CPM മാറിയിട്ടുണ്ട്.
ആ ബന്ധം ഇനിയുള്ള സമയങ്ങളിൽ പരസ്യമായിട്ടൊന്ന് പുറത്തു വരണമെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും RSSുമായിട്ടുള്ള ബന്ധം MV ഗോവിന്ദൻ അക്നോളജ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഇനി അത്തരം കാര്യങ്ങൾ കൂടി അവർ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് വരുമായിരിക്കും. ഇവിടെ BJP പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ LDFന്റെ വിജയമായിരിക്കാം നിലമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സമീപകാലങ്ങളിൽ അവർ തമ്മിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിലും സഖ്യത്തിൽ ഏർപ്പെട്ടുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും ഒക്കെ ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം തന്നെ MV ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന സജീവ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. കണ്ണൻ തിരുമലയ്ക്കൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 നിലമ്പൂർ.